ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ് ബാക്ക് എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ അതിലൊരു ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെ അത് സംഭവിക്കാറുണ്ട് പല ആളുകളുടെ കേസിലും. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് എന്ത് ചെയ്തതിന് ശേഷം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ അവരോട് ചോദിച്ചിരിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അവരുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണ്ടേ എന്നുള്ളത് ഉറപ്പിക്കുക. സോ എക്സ് തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട 5 ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ നൗ, അതായത് എന്തുകൊണ്ട് ഇപ്പൊ നീ തിരിച്ചു വന്നു എന്നുള്ളതാണ്. മേ ബി അവർക്ക് ഇതിന് കുറെ ആൻസേഴ്സ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവുക നിന്നെ മിസ് ചെയ്തുകൊണ്ടാണെന്നായിരിക്കാം. ചിലത് പറയുന്നുണ്ടാവും നീ പോയ ശേഷം ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു, സോ എനിക്കത് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരിക്കും. ചിലർ ഒരു റിലേഷൻഷിപ്പിൽ പോയി ബട്ട് അത് വർക്കൗട്ട് ആയില്ല എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പ്രത്യേകിച്ച് ഇവർക്ക് പറയാനുള്ള റീസൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആവാൻ സാധ്യത കുറവാണ്. ബിക്കോസ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വന്നാൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് മുന്നോട്ട് പോവുള്ളൂ. നേരെ മറിച്ച് പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ പറയുന്ന സംഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബട്ട് കറക്റ്റായിട്ട് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ നോക്കുക. അവർക്ക് കൃത്യമായ ഒരു ആൻസർ പറയാനുണ്ട്, ഒരു ക്ലാരിറ്റി അവർ പറയുന്നതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അതിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ്. സോ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നീ എന്താണ് മാറിയത്, അതായത് നിനക്ക് എന്ത് മാറ്റമാണ് വന്നത് എന്നുള്ളത് ചോദിക്കുക. ഈ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക. മേ ബി നിങ്ങളും അവരും തമ്മിൽ മുമ്പ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അപ്പൊ നിങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം മാറ്റാണ്ട് എനിക്ക് നിങ്ങൾ ഓക്കെ ആവില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ആളത് മാറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പൊ ആള് തിരിച്ചു വന്നു കഴിയുമ്പോൾ സ്റ്റിൽ ഇപ്പോഴും ആൾക്ക് ആ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ബ്രേക്കപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. ബിക്കോസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നേരെ മറിച്ച് ആള് മാറി എന്ന് പറയുമ്പോൾ എന്ത് മാറ്റമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. അതിന് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തെ ഒരു ടൈം എടുക്കുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ആൾക്ക് ചിലപ്പോൾ ഒരു മാറ്റമൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവാം, അങ്ങനെ ആൾ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് താൽക്കാലികമാണെങ്കിൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ദിവസത്തെ ഒരു ടൈം എടുക്കുക. എന്നിട്ട് റിയൽ ആയിട്ടുള്ള ഒരു മാറ്റം അവരിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി വെച്ചുകൊണ്ട്, ഈ രണ്ടാമത്തെ പോയിന്റ് കൂടി വെച്ചുകൊണ്ട് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കാം. കൊണ്ടുപോയാൽ കുഴപ്പമില്ല എന്നുള്ളത്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെയിം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നീ ചെയ്യുക എന്നുള്ളത് ചോദിക്കുക. അതായത് മുൻപേ ബ്രേക്കപ്പ് ആവാനുള്ള ആ ഒരു കാര്യം ഉണ്ടായല്ലോ, ആ സെയിം സിറ്റുവേഷൻ ഇനിയും വരുവാണെങ്കിൽ എന്ത് നീ ചെയ്യും എന്ന കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരിക്കും. മേ ബി അവർ പറയുന്നുണ്ടാവാം ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, കാരണം ആ രീതിയിൽ ഞാൻ ഒരിക്കലും പെരുമാറില്ല എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അത് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ പറയും. ഇത് നിങ്ങൾക്ക് ഭാവി മുന്നിൽ കാണാനുള്ളൊരു വഴി കൂടിയാണ്. അതായത് അവരിനി എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നു, ഏത് രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു മാർഗമായിട്ട് കാണാം. അതിനുള്ള ഒരു സിറ്റുവേഷനായിട്ട് അതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം ചോദിക്കുക. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നീ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. അതും നിങ്ങൾക്ക് ഓക്കെ തോന്നുന്നൊരു മറുപടി ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നീ ചെയ്ത തെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി നീ തന്നെ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. ഇത് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ അതിനെന്താ ഞാൻ ഏറ്റെടുക്കാണ്ട് പിന്നെ എന്ത് ചെയ്യാനാ എന്നുള്ളതായിരിക്കും പറയുണ്ടാവുക. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ അത് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പെട്ടെന്നൊരു ദിവസം ചോദിക്കുമ്പോൾ ആരായാലും പറയുക ഞാൻ അങ്ങനെ ഏറ്റെടുക്കും, ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനാ ചെയ്തതെന്ന് പറയും എന്നൊക്കെ അവർ പറയണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം നോക്കിയിട്ട്
അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്തൊക്കെ ആൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലാതെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ആൻസറിൽ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ആൻസർ പറയുമ്പോൾ അവർ എത്രത്തോളം ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന എല്ലാത്തിനും ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടില്ല. ഞാൻ പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ടൈം ആവശ്യത്തിന് കുറച്ച് ടൈം നിങ്ങൾക്ക് ഇതിന് വേണ്ടി വരും എന്നുള്ളത്. സോ കുറച്ച് സമയം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി കൃത്യമായി നീ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി ചോദിക്കാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫേർട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കുമോ എന്നുള്ളതാണ്. ഇതും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന കാര്യമല്ല. അതായത് അവരുടെ ചോദിക്കാം, നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്യും, എത്രത്തോളം എഫേർട്ട് നീ എടുക്കും, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നീ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് നല്ലതാണ്. അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നല്ലതാണ്. മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചോദിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതേപോലെ അവർക്ക് എത്രത്തോളം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. സോ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചോദിക്കുക. അതായത് എത്രത്തോളം എഫേർട്ട് അവരെടുക്കും എന്നുള്ളത് ചോദിക്കുക. ചോദിച്ചാൽ മാത്രം പോരാ, കുറച്ച് ദിവസം ഒന്ന് നോക്കി കാണുക അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് വളരെ കുറച്ച് ദിവസം പറയുന്നില്ല, 3-4 ദിവസം കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. കാരണം അവരൊക്കെ ആ സമയത്ത് അവരുടെ ഏറ്റവും നല്ല വേർഷനാവും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ആൾ എത്രത്തോളം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രം അവരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം തുടങ്ങുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആവണം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാമതൊരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കുമ്പോൾ അതും അവർ അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അവസരം പോലെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങളൊരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ എന്തായാലും അവരോട് ചോദിക്കുക. ഇത് ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാനും പറ്റും, റിലേഷൻഷിപ്പിൻ്റെ ഭാവിയും അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് മാത്രം അവരെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ്. സോ വേറെ റിലേഷൻഷിപ്പ് നോക്കിയിട്ടും എനിക്കിപ്പോഴും എൻ്റെ എക്സിനെ മാത്രമാണ് ചിന്തയിൽ വരുന്നത്. ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല, ഒരു പേടിയിലാണ് നിൽക്കുന്നത്. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു അറിയുമല്ലോ, ആ രീതിയിൽ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.